കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു നിങ്ങൾക്കറിയില്ലേ? പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. BJPയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളൊക്കെ അവർക്ക് വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള വോട്ട് അവർ പുറകോട്ട് പോയിരിക്കുകയാണ്. എനിക്കൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ട് പരിശോധിക്കുമ്പോൾ BJP 3-ാം സ്ഥാനത്താണ്. സ്വാഭാവികമായിട്ടും BJPയുടെ നില ഇവിടെ പരിതാപകരമാണ്. എന്നോട് ധർമ്മടത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ പോയി മത്സരിക്കും. മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. വയനാട്ടിലെ ദിദുന ക്യാമ്പിൽ, ലക്ഷ്യ ക്യാമ്പിൽ വളരെ ആവേശകരമായിട്ടുള്ള ഒരു നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ്. വളരെ ആവേശകരമായിട്ടുള്ള ക്യാമ്പായിരുന്നു. വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളുണ്ടായി, പ്രൊയാക്റ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി, പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള നയപരിപാടികളുമായിട്ടാണ് അത് സമാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് പാലക്കാടും നടക്കുന്നത്. ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിജി വരുന്നുണ്ട്. ആ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുക. ഈ പാലക്കാട് ജില്ലയിൽ 5 സീറ്റുകൾ ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ തദ്ദേശത്തിലെ കണക്ക് നോക്കുമ്പോൾ അങ്ങനെ അത്ര ആ സാഹചര്യം കാണുന്നുമില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ UDFൻ്റെ വലിയൊരു സർജ്, വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പൂർണ്ണമായിട്ടും പ്രതിഫലിച്ചിട്ടില്ല. അത് പൂർണ്ണമായും പ്രതിഫലിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിൻ്റെ ഒരു വേവ് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണമായ തകർച്ച സംഭവിക്കും. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു ചരിത്രപരമായിട്ടുള്ള വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അത് പാലക്കാട് ജില്ലയിലും ഉണ്ടാകും. ഞാൻ മാറിയത് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പുണ്ടായി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു പുതുമയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നൽകുന്ന ചുമതലകൾ ഏതായാലും അത് നിർവഹിക്കും. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണല്ലോ. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്, എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാലക്കാട് എൻ്റെ ജില്ലയാണ്, എൻ്റെ നാടാണല്ലോ. പാലക്കാട് ഏത് മണ്ഡലമാണെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ജനമല്ലേ? അല്ല, സുരേന്ദ്രൻ ഞാൻ എവിടെ മത്സരിക്കുന്നില്ല എന്ന് നോക്കി നടക്കുകയല്ലേ. അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാറ്റ് വളരെ വ്യക്തമല്ലേ, ദിശ വളരെ വ്യക്തമാണല്ലോ. അത് സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ളൊരു ജനവിധിയാണ്. ആ ജനവിധി പൂർണ്ണമായും UDFന് അനുകൂലമാണ്. BJPയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. പാലക്കാടും അത് കണ്ടു. പാലക്കാട് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വലിയ തിരിച്ചടിയാണ്. മുനിസിപ്പാലിറ്റിയിൽ 3 സീറ്റുകളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് വിവിധ നഗരസഭകളിൽ. അതൊക്കെ സ്വാഭാവികമായിട്ടും BJPയുടെ നില ഇവിടെ കൂടുതൽ പുറകിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും BJP വലിയ തോതിൽ പരാജയപ്പെടും. സന്ദീപ്, രാഹുൽ എന്നൊരു കാര്യം പാലക്കാടുണ്ട്. കാരണം രാഹുലിനെതിരായിട്ടുള്ള പരാതികൾ, ആരോപണങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ്. അവിടെ 10 വർഷക്കാലമായി അവരനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും ദുരിതങ്ങളും ഉണ്ട്. അതിനെതിരായിട്ടുള്ള ജനവിധിയാണ് രേഖപ്പെടുത്താൻ പോകുന്നത്. പാലക്കാട് മണ്ഡലം കേരളത്തിലാണല്ലോ. പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ എല്ലാ നയവൈകല്യങ്ങളും അനുഭവിച്ചവരാണ്. അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചവരാണ്. അതൊക്കെ നിങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന നിർത്തിയില്ല. നഗരസഭയിൽ ഭരണം പിടിക്കുന്നു പറഞ്ഞിട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് രാഹുൽ വിഷയം ഉൾപ്പെടെ അവിടെ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, പാലക്കാട് നഗരസഭയിലും BJP പുറകിലോട്ടാണല്ലോ, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിലേറുന്നുള്ളതായിരുന്നു ആത്മവിശ്വാസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. BJPയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളൊക്കെ അവർക്ക് വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള വോട്ട് അവർ പുറകോട്ട് പോയിരിക്കുകയാണ്. എനിക്കൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ട് പരിശോധിക്കുമ്പോൾ BJP 3-ാം സ്ഥാനത്താണ്. സ്വാഭാവികമായിട്ടും BJPയുടെ നില ഇവിടെ പരിതാപകരമാണ്.
അല്ല, ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. പാർട്ടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നു. അതെ, ഞാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരല്ലേ പറയേണ്ടത്. BJP അല്ലേ തീരുമാനിക്കേണ്ടത്. നേതാക്കൾ 100 സീറ്റോളം പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും പാലക്കാട് ഈ നേതാക്കൾക്കിടയിലെ തമ്മിലുകൾ അത് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിക്കായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നഗരസഭയിലെ ഫലം തന്നെ വന്നത്. പല വാർഡുകളിലും ഇത്തരത്തിൽ തമ്മിലടി ഗ്രൂപ്പിസം വിഭാഗീയത ഇതിന്റെ പേരിൽ മാത്രം കോൺഗ്രസിലെ ചില പ്രമുഖ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എൻ്റെ ഒരു രാഷ്ട്രീയ പരിചയത്തിൽ, അനുഭവത്തിൽ UDF ഏറ്റവും ശക്തമായി ഏറ്റവും കുറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളോടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്തൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. അതിൻ്റെ ഗുണമാണല്ലോ ഇപ്പോൾ UDFന് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പാലക്കാട് ജില്ലയിൽ ഏറെ ഉണ്ടായിരുന്ന ഏത് പക്ഷത്തായിരുന്നു? CPM-ലായിരുന്നു. CPM-ൽ പരസ്യമായിട്ട് വിമതപക്ഷം മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ചു, അവിടെ മത്സരിച്ചു. CPM-ൻ്റെ സ്ഥാനത്ത് ഒരു വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള വാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ LDF-ലാണ് കൂടുതൽ അത് ദോഷം ചെയ്തിട്ടുള്ളത്. ഇത്തവണ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചോളം ഏറ്റവും കുറഞ്ഞ വിമത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും ശക്തമായി സുശക്തമായി ഐക്യത്തോടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ഐക്യബോധം മുന്നോട്ട് കൊണ്ടുപോകും. ആ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ ലീഡേഴ്സ് സമ്മിറ്റ് അവസാനിച്ചിട്ടുള്ളത്. എന്നോട് ധർമ്മടത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ പോയി മത്സരിക്കും. മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. അത് സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്ത് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ താല്പര്യങ്ങൾ പറയുമല്ലോ. മുസ്ലിം ലീഗിന് അവരുടെ താല്പര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയും. അത് സംബന്ധിച്ച് ആത്യന്തികമായി നേതൃത്വങ്ങൾ ചർച്ച ചെയ്തൊരു തീരുമാനം പ്രഖ്യാപിക്കും. അത് മുന്നണിയിലെ എല്ലാ പാർട്ടികളും അവരുടെ പ്രവർത്തകരും ആ തീരുമാനത്തെ അംഗീകരിക്കും.